നിന്റെ അനുവാദമറിയാൻ എൻ മനം കാതോർത്തിരിപ്പൂ. എന്നു വരുമെന്നെന്നും കൊതിയാർന്നു നിൽപ്പൂ. വരില്ലേ നീ വരില്ലേ കാവ്യപൂജാബിംബമേ, നിലാവായി നീലരാവിൽ നിൽപ്പൂ മൂകം ഞാൻ. സോറി, ചെറിയ കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ട് നമ്മൾ തന്നെയാണ് പാടിയതുള്ളത്. എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഓക്കെ, മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫാൻസിൻ്റെയും അതുപോലെ തന്നെ ഒനാനയുടെ അവസ്ഥ അത് തന്നെയാണ്. കാരണം മറ്റ് ക്ലബ്ബുകളുടെ ഡീലെല്ലാം ഇങ്ങനെ എംബൂമോയുടെ അവസ്ഥ അത് തന്നെയാണ്. മറ്റ് ക്ലബ്ബുകളുടെ ഡീൽ ഇങ്ങനെ വരുന്നു, ചടയപ്പട ചൂട് ദോശ, നമ്മൾ തട്ടുതോട്ടെ ചെന്ന് ചേട്ടാ 2 ദോശ ഒരു ഡബിൾ എന്ന് പറയുന്ന പോലെ, ഇന്നാ മോനെ പിടിച്ചോ എന്ന് പറഞ്ഞ് ഇട്ട് തരുന്ന പോലെ ഇട്ട് തരുവാണ്. മറ്റേത് ഒരുമാതിരി ചില ഫാൻസി റെസ്റ്റോറൻറ്റിൽ ചെന്നിട്ട് ഓർഡർ ചെയ്തിട്ട് 1-1.5 മണിക്കൂർ നമ്മൾ വെയിറ്റ് ചെയ്യുന്നിരിക്കത്തില്ല. അതിനേക്കാളും എന്നാ പറയുക, വെറുപ്പീര് സിറ്റുവേഷനാണ് എംബൂമോ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് കാര്യത്തിലോട്ട് വരുമ്പോൾ. ഇപ്പം നടക്കും എന്ത് ചെയ്യാനാണ്, അത് നടക്കുന്നില്ല. സോ നമ്മൾ ട്രാൻസ്ഫർ അപ്ഡേറ്റ്സിലോട്ട് കിടക്കുമ്പോഴേക്കും ഇന്നലെ തന്നെ സംഭവം അറിയാണല്ലോ. ടോട്ടനാം ആണെങ്കിൽ അബ്സല്യൂട്ട് മാഡ്നസ്, അത് തന്നെ എനിക്ക് പറയാനായിട്ടുള്ളൂ. ടോട്ടനാമിന്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ അവർ തകർക്കുകയാണ്. ടോട്ടനാം ആറാടുകയാണ്, തകർത്ത് തിമിർ നാടുകയാണ്. ദിൻ തരികിടത്തോം എന്ന് പറയുന്ന പോലെ ഒന്നും പറയാനില്ല. കാരണം പൈസ വലിച്ചെറിയുവാണ്. ഇത് ലബി തന്നെയാണോ? നമുക്കറിയാവുന്ന ലബി തന്നെയാണോ? റിലീസ് ക്ലോസുകൾ ഒന്നും നോക്കാതെ വലിച്ചെറിയുന്നു. ക്യാഷ് എനിക്കൊരു വിഷയമേ അല്ല. തോമസ് ഫ്രാങ്കിനോട് മച്ചാനെ നീ ഇറങ്ങി പൊളിക്കടാ. ഫസ്റ്റ് തന്നെ അത് കുദൂസ് 55 മില്യൺ പൗണ്ട്സിന്റെ ഒരു ഡീൽ ഹിയർ വി ഗോ വന്നിരുന്നു. ഓക്കെ, നമ്മൾ ഓർത്ത് ഓക്കെ ലെബിയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് സൈനിങ്, ലെറ്റ്സ് ഗോ. 55 മില്യൺ പൗണ്ട്സ് ഇറക്കുന്നു. ഒന്നും നോക്കുന്നില്ല. 6 വർഷ കോൺട്രാക്ട് സൈൻ ചെയ്യാൻ പോകുന്നു. ഇല്ല, അവിടെ തീർന്നില്ല. വെയിറ്റ്, അണ്ണൻ ഇനി ഇറക്കുന്നുണ്ടെന്ന് പറഞ്ഞത് ഇന്നലെ മോർഗൻ ഗിബ്സ് വൈറ്റിന്റെ 60 മില്യൺ പൗണ്ട്സിന്റെ റിലീസ് ക്ലോസും ട്രിഗർ ചെയ്തിരിക്കുകയാണ്. ഇന്നാണ് മെഡിക്കൽ കണ്ടക്ട് ചെയ്യും. He will be a Tottenham Hotspur player. So Kudus for 55 million here we go pounds ആണ്, and 60 million pounds here we go for Morgan Gibbs White. 115 മില്യൺ പൗണ്ട്സ് വലിച്ചെറിഞ്ഞിട്ടുണ്ട്. അവിടെയും തീർന്നിട്ടില്ല. ആഡം വാർട്ടന്റെ ക്രിസ്റ്റൽ പാലസ് സിറ്റുവേഷൻ ടോട്ടനാം എക്സ്പ്ലോർ ചെയ്യുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. സോ ആഡം വാർട്ടനെയും കൂടെയും അവർ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. ലുക്സ് ലൈക്ക് എ pretty solid window for Tottenham Hotspur. തീർന്നിട്ടില്ല, ടോട്ടനാമിന്റെ വിൻഡോ തീർന്നിട്ടില്ല എന്നാണ് എല്ലാ റിപ്പോർട്ടുകളും വരുന്നത്. സോ അവിടുന്ന് മറ്റൊരു ഇത് മാഡ്നസ് ആണോ എന്താണോ എന്ന് എനിക്ക് അറിയത്തില്ല. കാരണം 50 മില്യൺ പൗണ്ട്സ് ഗ്യാരണ്ടീഡ് പ്ലസ് ആഡ് ഓൺസിന്റെ പാക്കേജിന് നോനി മാഡ്യുവെക്കാന് ചെൽസിയുടെ കയ്യിൽ നിന്ന് ആർസണൽ സൈൻ ചെയ്തിരിക്കുകയാണ്. അയനോ ലണ്ടൻ റൈവൽസ് ആണ്, എല്ലാം ആണ്. പക്ഷെ ഇവരെങ്ങനെ ലണ്ടൻ റൈവൽസ് ആവുന്നു എന്ന് എനിക്കും മനസ്സിലാവുന്നില്ല. കാരണം ചെൽസിക്ക് FFPയുടെ ഇഷ്യൂസ് ഉണ്ട്. ചെൽസിക്ക് വിറ്റേ പറ്റൂ, ചെൽസിക്ക് സെയിൽസ് നടത്തേണ്ട സിറ്റുവേഷൻ വിറ്റേ പറ്റൂ എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ വരുന്നത്. സോ എന്തിന് ചെൽസി ഡിമാൻഡ് ചെയ്യുന്ന എന്താണോ അത് തന്നെ അവസാനം അവർ പേ ചെയ്തു. ചെൽസി ഗിറ്റൻസിനെ 55 മില്യനും പെട്രോനെ ഏതാണ് ജാവോ പെട്രോനെ ഓൾമോസ്റ്റ് സിമിലർ പ്രൈസിനാണ് അവർ ചെയ്തത്. ഓൾമോസ്റ്റ് ജാവോ പെട്രോയ്ക്ക് എന്ത് ചെൽസി പേ ചെയ്തോ അത് തന്നെയാണ് നോനി മാഡുവയ്ക്ക് ആർസണൽ പേ ചെയ്യുന്നത്. സോ നോനി മാഡുവയ്ക്ക് മോശം പ്ലെയർ ആണെന്നോ ഒന്നും മറ്റുമല്ല. ബട്ട് ഈസ് ദിസ് ദ സൈനിങ് ദാറ്റ് ആർസണൽ വാണ്ട്സ്? ഈ ഒരു സൈനിങ് ആണ് ആർസണൽ ചെയ്ത ആർസണലിന്റെ നെക്സ്റ്റ് ലെവലിലോട്ട് എത്തിക്കുന്ന പ്ലെയർ. മാർട്ടിനെലി, ഐ ഡോണ്ട് നോ. എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ എന്ന് പറയുക? കാരണം ഇപ്പം ഗ്യോക്കറസ് ഡീലിനെ കുറിച്ചുള്ള അപ്ഡേറ്റ് ചെയ്യാം. സോ ഗ്യോക്കറസ് ഡീൽ കംപ്ലീറ്റ്ലി ഓഫ് അല്ല. എന്തോ 5 മില്യൺ യൂറോസിന്റെ എന്തോ വാല്യുവേഷന്റെ ഡിഫറൻസിലാണെന്നും പേയ്മെന്റ് സ്ട്രക്ചറിന്റെ ഇഷ്യൂലും ഈ ഡീൽ ഇപ്പോൾ ഹോൾഡിലാണ്. ബെർട്ട കഴിഞ്ഞ ദിവസം പോർച്ചുഗലിലോട്ട് ഫ്ലൈ ചെയ്തിരുന്നു. പക്ഷെ ആ മീറ്റിംഗ് പോസിറ്റീവായിട്ടല്ല പോയതെന്ന് പറഞ്ഞാണ് തിരിച്ചു വരുന്നത്. സോ ഡീൽ ഇതുവരെ ഡൺ ആയിട്ടില്ല. പക്ഷെ സ്പോർട്ടിങ്ങിൽ താൻ ഇനിയും കളിക്കത്തില്ല എന്നുള്ള ഒറ്റ വാശിയിലാണ് ഗ്യോക്കറസ് നിൽക്കുന്നത്. സോ ആർസണലിന്റെ കയ്യിൽ തന്നെയാണ് ഇപ്പോഴും പവർ. പക്ഷെ ആ പ്രൈസ് അഗ്രി ചെയ്യുന്നതിന്റെ ഇഷ്യൂ ആണ്. സോ എനിക്ക് മറ്റൊരു ഡൗട്ട്, ഈ SI ഡീലും ഇതും തമ്മിൽ ഡിഫറെന്റ് ഡീൽസ് എന്നാണ് പറയുന്നത്. സോ SIയുടെ റിലീസ് ക്ലോസ് ട്രിഗർ ചെയ്യുന്നതിനെ കുറിച്ച് അവർ ആലോചിക്കുന്നു കേൾക്കുന്നുണ്ട്. പേഴ്സണൽ ടൈംസ് എല്ലാം അഗ്രീഡ് ആണ്. പക്ഷെ എന്നാൽ ഈ നോനി മാഡുവയ്ക്ക് 50 മില്യൺ പൗണ്ട്സ് മേ ബി അതിൻ്റെ കൂടെ കുറച്ചുകൂടി ഇടുമായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ക്വാളിറ്റി പ്രൊഫൈലുകൾ കിട്ടത്തില്ലായിരുന്നു. ക്വാളിറ്റി എന്നല്ല, കുറച്ചുകൂടെ പ്രൂവൺ പ്രൊഫൈലുകൾ കിട്ടത്തില്ലായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു ക്വസ്റ്റ്യൻ. സോ നിങ്ങളുടെ ഒപ്പീനിയൻ പറയും, എന്താണ് ഈ ഡീൽസിനെ കുറിച്ചുള്ള അഭിപ്രായം ഒന്ന്. സോ അവിടുന്ന് മറ്റൊരു അപ്ഡേറ്റോട് പോകാനായിട്ടാണ് അൽവാരോ കരേറാസ് ഫെർണാണ്ടസ് ടു റയൽ മാഡ്രിഡ് ഹിയർ വി ഗോ വന്നിട്ടുണ്ട്. 50 മില്യൺ യൂറോസിന്റെ പാക്കേജിനായിരിക്കും സൈൻ ചെയ്യുക. സോ 40 വേണം, 40 തരത്തുള്ള 50 ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞ വാശിയിലായിരുന്നു ബെനിഫിക്ക. അതുകൊണ്ടാണ് ക്ലബ് വേൾഡ് കപ്പിന് വരാനത്. സോ പക്ഷെ ഇപ്പം 50 തന്നെ റയൽ അഗ്രി ചെയ്തിരിക്കുകയാണ്. പക്ഷെ ഒരു ഡിഫറൻസ് ഉണ്ട്. 50 അപ്പ് ഫ്രണ്ട് വേണമെന്ന് പറഞ്ഞ് നിന്നെടുത്ത്
തവണ ഇൻസ്റ്റാൾമെന്റ്സ് ആയിട്ട് പേയ്മെന്റ് ചെയ്താൽ മതി എന്നുള്ള കാര്യത്തിൽ ബെൻഫീക്ക അഗ്രി ചെയ്തിട്ടുണ്ട്. സോ ആൽവാരോ കരേറാസ് ഫെർണാണ്ടസ് വിൽ ബി എ റയൽ മാഡ്രിഡ് പ്ലെയർ. സോ അവിടുന്ന് മറ്റൊരു അപ്ഡേറ്റ് ബാർസലോണ റിലേറ്റഡ് ആണ്. സോ റൂണി ബാഡ്ഗെ ബാർസലോണയായിട്ട് മെഡിക്കൽ എല്ലാം കംപ്ലീറ്റ് ആയി ഇന്നാള് ബാർസയിലെത്തും, ഒഫീഷ്യലി ക്ലബിൽ ജോയിൻ ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. അതുപോലെ തന്നെ മാർക്കസ് റാഷ്ഫോർഡിന് വേണ്ടി ബാർസലോണ നീക്കങ്ങൾ നടത്തുന്നു എന്ന് പറഞ്ഞ വാർത്തകൾ വന്നിരുന്നു. പിന്നീട് വന്നത് മാർക്കസ് റാഷ്ഫോർഡ് ഡീലിൽ നിന്ന് ബാർസ ഓഫ് ആവുകയാണ്, റാഷ്ഫോർഡിനെ പ്രയോറിറ്റി ആയിട്ട് കാണുന്നില്ല. സോ ഇന്നലെ ഫ്ലിക്ക് ആളുടെ വെക്കേഷൻ കട്ട് ചെയ്ത് ടീമിനോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്, ടീം ബാർസലോണ വന്നിട്ടുണ്ട്. സോ ആളിനോട് റാഷ്ഫോർഡ് പ്രൊഫൈലിനെ കുറിച്ച് ഡിസ്കഷൻ നടത്തിയെന്നും റാഷ്ഫോർഡിന് ഗ്രീൻ ലൈറ്റ് കൊടുത്തു എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. സോ മാർക്കസ് റാഷ്ഫോർഡിനെ സൈൻ ചെയ്യുന്നതിന് തനിക്കെതിരല്ലെന്നും താൻ വെൽക്കം ചെയ്യുമെന്നും താൻ ഓക്കെ ആണ് ആ സൈനിങ്ങിനും, എനിക്ക് റാഷ്ഫോർഡിനെ വേണം, വന്നാൽ ഓക്കെ ആണെന്നുള്ള രീതിയിലാണ് ഫ്ലിക്കിന്റെ ഇത്. സോ ബാർസലോണ ഇപ്പൊ റാഷ്ഫോർഡ് ഡീൽ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് തുടങ്ങിയിരിക്കുകയാണ്. സോ മാർക്കസ് റാഷ്ഫോർഡും ഏജന്റും വരും ദിവസങ്ങളിൽ വീണ്ടും ബാർസയായിട്ട് മീറ്റിംഗ് നടത്തിയേക്കാന്ന് പറഞ്ഞ് സ്ട്രോങ് റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ബാർസലോണ പ്രിഫർ ചെയ്യുക ലോൺ വിത്ത് ആൻ ഓപ്ഷൻ ടു ബൈ ആണ്, പക്ഷേ യുണൈറ്റഡ് സെല്ലിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. 40 മില്യൺ പൗണ്ട്സ് ആണ് ആസ്കിംഗ് പ്രൈസ്. എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ എന്ന് പറയാം. അതുപോലെ തന്നെ വീണ്ടും ഫ്ലിക്ക് മുന്നിൽ വെച്ചൊരു പ്ലെയർ ആണ് ലുക്മാനെ ഹാൻസി ഫ്ലിക്ക് അതായത് സീസൺ നമ്മൾ എൻഡ് ചെയ്തല്ലോ, ട്രാൻസ്ഫറിന്റെ തുടങ്ങിയ സമയത്ത് ഹാൻസി ഫ്ലിക്ക് അങ്ങോട്ട് സജസ്റ്റ് ചെയ്തൊരു പ്ലെയർ ആയിരുന്നു അറ്റ്ലാന്റയുടെ ലുക്മാൻ. പക്ഷേ ഡെക്കോ ആണെങ്കിലും ബാർസലോണയുടെ എസ്പെഷ്യലി ഡെക്കോ ആ ഒരു സൈനിങ്ങിന് പോസിറ്റീവായിട്ടല്ല കാണുന്നതെന്നാണ് കേൾക്കുന്നത്. പക്ഷെ ഇപ്പോഴും വീണ്ടും ഹാൻസി ഫ്ലിക്ക് റിപ്പോർട്ട് ചെയ്തപ്പോൾ പുള്ളിയുടെ അബ്സല്യൂട്ട് ചോയ്സ് നിക്കോ വില്യംസ് തന്നെയായിരുന്നു. പക്ഷെ വീണ്ടും ഇപ്പം റിപ്പോർട്ട് ചെയ്തപ്പോൾ പുള്ളി ലുക്മാന്റെ പേര് വീണ്ടും അങ്ങോട്ട് സജസ്റ്റ് ചെയ്തെന്നും ലുക്മാനെ അറ്റ്ലാന്റ 50 മില്യൺ യൂറോസിന് താഴെ വിൽക്കാൻ റെഡിയാണെന്നാണ് കേൾക്കുന്നത്. 27 വയസ്സുകാരനായ നൈജീരിയൻ ഇന്റർനാഷണൽ. സോ നിങ്ങളുടെ ഒപ്പീനിയൻ പറയാ, റാഷ്ഫോർഡ് ഓർ ലുക്മാൻ, ഹൂ വിൽ യു സൈൻ? പേഴ്സണലി ഐ പ്രിഫർ ലുക്മാൻ, എൻ്റെ പേഴ്സണൽ ചോയ്സ് ആണ്. എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ? കാരണം എസ്പെഷ്യലി കോച്ചായ ഹാൻസി ഫ്ലിക്ക് ലുക്മാനെ ട്രാൻസ്ഫർ വിൻഡോ തുടങ്ങുന്ന സമയത്തും അങ്ങോട്ട് സജസ്റ്റ് ചെയ്തു, ഇപ്പം വീണ്ടും ടീമിനോടൊപ്പം ജോയിൻ ചെയ്തപ്പോഴും സജസ്റ്റ് ചെയ്തു. വിച്ച് മീൻസ് ഹാൻസി ഫ്ലിക്ക് ഹൈലി റേറ്റ് ചെയ്യുന്ന ഒരു പ്ലെയർ ആണ് ലുക്മാൻ. സോ മേ ബി റാഷ്ഫോർഡിനേക്കാളും ലെസ് എക്സ്പെൻസീവ് ആയിരിക്കും, സാലറി ഡിമാൻഡ്സും കുറവായിരിക്കും. സോ നിങ്ങളുടെ ഒപ്പീനിയൻ പറയാം, ലുക്മാൻ ഓർ റാഷ്ഫോർഡ്, ഹൂ വിൽ യു പ്രിഫർ? ആൻഡ് ലൂയിസ് ദിയാസിന് ബയൺ മ്യൂണിക്ക് 52 മില്യൺ യൂറോസിന്റെ ഒരു പ്രപ്പോസൽ വിട്ടു എന്നുള്ള രീതി വാർത്തകൾ കേൾക്കുന്നുണ്ട്. ലൂയിസ് ദിയാസ് ബയൺ മ്യൂണിക് മൂവിന് വേണ്ടി പുഷിയാണ്. നമ്മളെ പരിസരത്തോട്ട് പോകേണ്ട 52 മില്യൺ മിക്കവാറും ലിവർപൂൾ റിജക്ട് ചെയ്യുമെന്നൊക്കെ കേൾക്കുന്നു. സോ 52 മില്യൺ റിജക്ട് ചെയ്യുവാണെങ്കിൽ എന്തായാലും അതിന് മേളിലല്ലേ ലൂയിസ് ദിയാസിന് കോസ്റ്റ് ആകാൻ പോകുന്നു. ആ പരിസരത്തോട് നമ്മൾ പോകാതിരിക്കുന്നതാണ് നല്ലത്. ലൂയിസ് ദിയാസ് ടു ബാർസ നടക്കാതിരിക്കുന്നതായിരിക്കും ഇപ്പം നല്ലത്. എനിക്ക് ആകപ്പാടെ പേടിയുള്ള ആ ഡെക്കോയിനെയാണ്. ഡെക്കോയുടെ കാര്യം പറഞ്ഞപ്പം റാഫേൽ ലിയാവിന്റെ കാര്യത്തിൽ ഡെക്കോയും ഹാൻസി ഫ്ലിക്കും ലപ്പോർട്ടയും ഉൾപ്പെടെ മാനേജ്മെന്റ് എല്ലാം ഒറ്റ ഡിസിഷനാണ് എടുത്തിരിക്കുന്നതെന്ന് റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. മറ്റൊന്നുമല്ല, നമുക്ക് വേണ്ട റാഫേൽ ലിയാവോനെ എന്ന് പറയുന്ന പോലെ, നമ്മുടെ അനൂപ് മേനോൻ ഹീറോയിൽ പറയുന്ന പോലെ, എൻ്റെ ഈ സിനിമയിൽ നീ ഇനിയും വേണ്ട എന്ന് പറയുന്ന പോലെ എൻ്റെ ഈ ട്രാൻസ്ഫർ വിൻഡോയിൽ റാഫേൽ ലിയാവോ പദ്ധതി ഇല്ല എന്ന് തന്നെ റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. സോ നിങ്ങളൊന്ന് ഒപ്പീനിയൻ പറയുക അതിനെക്കുറിച്ച്. സോ അവിടെ നമ്മൾ ഓടിച്ച് മറ്റു കുറേ ട്രാൻസ്ഫർ അപ്ഡേറ്റുകളിലോട്ട് പോകാനായിട്ടാണെങ്കിൽ ഓസിമൻ ഡീൽ ഓഫ് ആയിട്ടില്ല. അവിടെയും പേയ്മെന്റ് സ്ട്രക്ചറിന്റെ കാര്യത്തിലുള്ള ഇഷ്യൂ കാരണമാണ് ഗാലറ്റസറയും നാപ്പോളിയും തമ്മിൽ ഇപ്പം ഡീൽ ഹോൾഡ് ആയിരിക്കുന്നത്. സ്റ്റിൽ ടോക്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ആർച്ചി ബ്രൗണിനെ AC മിലാൻ ആണെങ്കിൽ FC ഗെന്റിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. ഫുൾ ബാക്ക് ആണ് FC ഗെന്റിന്റെ ആൾ. AC മിലാനിലോട്ട് ഉടനെ തന്നെ എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. അതുപോലെ തന്നെ ഒളിമ്പിക് മാർസെ ആണെങ്കിൽ ഒബമിയാങ്ങിനെ സൈൻ ചെയ്യുന്ന കാര്യത്തിലോട്ട് നീങ്ങുകയാണ്. ആൾ അൽക്കോച്ചായിട്ടുള്ള കോൺട്രാക്ട് ടെർമിനേറ്റ് ചെയ്തിരുന്നു. സോ മാർസയായിട്ട് ഇപ്പൊ ടോക്സ് നടത്തി തിരിച്ച് മാർസയിലോട്ട് വരുന്നതിനെ കുറിച്ച് ആലോചിക്കുകയാണെന്ന്, അത് പോസിറ്റീവായിട്ടാണ് പോകുന്നതെന്നും കേൾക്കുന്നു. അതുപോലെ തന്നെ മറ്റൊരു റിപ്പോർട്ട് എന്നാന്ന് പറഞ്ഞാൽ ഓർക്കും നമ്മുടെ കൊക്ചുവിനെ ആണെങ്കിൽ ബെസിക്താസ് 25 മില്യൺ യൂറോസ് ഫിക്സഡ് പ്ലസ് 5 മില്യൺ യൂറോസ് ആഡോൺസിന്റെ പാക്കേജിൽ ബെൻഫിക്കയിൽ നിന്ന് സൈൻ ചെയ്തിട്ടുണ്ട്. സോ ലിവർപൂളായിട്ട് കൊക്ചു ലിങ്ക്സ് ഉണ്ടായിരുന്നു, പക്ഷേ കൊക്ചുവിനെ ബെസിക്താസ് സൈൻ ചെയ്തിരിക്കുകയാണ്. അതുപോലെ തന്നെ AS റോമ ഫ്ലമംഗോയുടെ ഫുൾ ബാക്ക് ആയ വെസ്ലിക്ക് വേണ്ടി 20 മില്യൺ യൂറോസിന്റെ ഒരു പ്രൊപ്പോസൽ വിട്ടു. പ്ലെയർ റോമയായിട്ട് പേഴ്സണൽ ടൈംസ് അഗ്രി ചെയ്യുന്നതിന്റെ വക്കിലാണ് പ്ലെയർ റോമ പുഷ് ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. പക്ഷേ വെസ്ലിക്ക് 25 മില്യൺ യൂറോസിന്റെ ഒരു പ്രൊപ്പോസൽ സെനറ്റ് പീറ്റേഴ്സ്ബർഗ് നമ്മുടെ റഷ്യൻ ക്ലബ്ബ് വിട്ടിരുന്നു. അത് ക്ലബ്ബ് അക്സെപ്റ്റ് ചെയ്തിരുന്നു. പക്ഷേ ഫ്ലമംഗോ അക്സെപ്റ്റ് ചെയ്തെങ്കിലും ഇവർ പ്ലെയർ പേഴ്സണൽ ടൈംസ് അഗ്രി ചെയ്തിരുന്നില്ല. താരൻ റോമ മതി എന്ന് പറഞ്ഞിരിക്കുകയാണ്. സോ 25 മില്യൺ സെനറ്റ് ഓഫർ ചെയ്ത് 25 മില്യൺ സെനറ്റ് പീറ്റേഴ്സ്ബർഗിന്റെ ആ സെയിം ഓഫർ ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞാണ് ഇപ്പം ഇവർ ഫ്ലമംഗോ റോമേനെ സമീപിച്ചിരിക്കുന്നത്. സോ സെനറ്റ് പീറ്റേഴ്സ്ബർഗിന്റെ പ്രപ്പോസൽ ഫ്ലമംഗോ അക്സെപ്റ്റ് ചെയ്തു, പക്ഷെ പ്ലെയർ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. റോമയുടെ പ്രപ്പോസൽ പ്ലെയർ അക്സെപ്റ്റ് ചെയ്തു, പക്ഷെ ഫ്ലമംഗോ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. സോ അവിടുന്ന് അടുത്ത അപ്ഡേറ്റിലോട്ട് പോകാനായിട്ടാണെങ്കിൽ വിക്ടർ മുനോസിനെ റയൽ മാഡ്രിഡ് ഒസസൂണയിലോട്ട് വിട്ടിരിക്കുകയാണ്. സോ 21 വയസ്സുകാരനായ വിങ്ങർ ഒസസൂണയെ ലോണിൽ ചേരുമെന്നാണ് ഫാബ്രിസിയോ റൊമാനോയുടെ റിപ്പോർട്ടുകൾ വരുന്നത്.
സോ അവിടുന്ന് കുറച്ച് മറ്റ് അപ്ഡേറ്റുകളോട്ട് പോകാനാണെങ്കിൽ മുഹമ്മദ് സങ്കാര സിറ്റിയിൽ വന്ന് ഒഫീഷ്യലി സൈൻ ചെയ്തിട്ടുണ്ട്. സോ PSG നിന്നാണ് താരം സിറ്റിയിലോട്ട് വരുന്നത്. അതുപോലെ തന്നെ ലിവർപൂൾ ആണെങ്കിൽ എക്വിറ്റിക്ക് ഡീൽ എൻട്രി ചെയ്യുന്നു എന്ന് പറഞ്ഞ് സ്ട്രോങ് വാർത്തകൾ വരുന്നുണ്ട്. ഇസാക്ക് ലിവർപൂൾ മൂവ് നടക്കത്തില്ല എന്നാണ് ഇപ്പം വാർത്തകൾ വരുന്ന കാര്യങ്ങൾ. ന്യൂകാസിലിൽ തന്നെ താരം നിൽക്കാനായിട്ടുള്ള ഡിസിഷൻ എടുത്തു. എഡി ഹോവുമായിട്ടുള്ള ടോക്സ് പോസിറ്റീവായിട്ട് പോയി. സോ താരം ന്യൂകാസിൽ നിൽക്കും എന്ന് പറഞ്ഞ വാർത്തകൾ വരുന്നു. സോ എക്വിറ്റിക്കയിലോട്ട് പോയിട്ടുണ്ട്. പക്ഷെ അതിന് ആദ്യമേ ഡാർവിനിലൂടെ സെയിൽ നടക്കണം. അടുത്തത് ഇന്റർ ആണെങ്കിൽ ആർഡൻ ജഷാരിനെ AC മിലാന്റെ കയ്യിൽ നിന്നും ഹൈജാക്ക് ചെയ്യാനായിട്ട് ശ്രമിച്ചു. 30 മില്യൺ യൂറോസ് പ്ലസ് ഒരു പ്ലെയർ പ്രപ്പോസൽ ക്ലബിന് വിട്ടെങ്കിലും ക്ലബ്ബ് റെഡിയാണെന്ന് അക്സെപ്റ്റ് ചെയ്യാനെങ്കിലും AC മിലാനുമായിട്ട് പേഴ്സണൽ ടേംസ് അഗ്രി ചെയ്തതിനാൽ തന്നെ ആർഡൻ ജഷാരി AC മിലാൻ മതിയെന്ന് വാശി പിടിച്ച് ഇന്ററിന്റെ പ്രപ്പോസൽ പേഴ്സണൽ ടേംസ് പ്രപ്പോസൽ അക്സെപ്റ്റ് ചെയ്തില്ല. സോ AC മിലാൻ തന്നെ ആർഡൻ ജഷാരിയെ കൊണ്ടുവരുമെന്നാണ് തോന്നുന്നത്. സോ അതുപോലെ തന്നെ റാഷ്ഫോർഡ് ആണെങ്കിൽ ഗ്രീൻ ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ബാർസലോണയ്ക്ക് വേണ്ടി. അത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ബയർ ലെവർകൂസൻ കസാഡോയിൽ ഇൻട്രസ്റ്റഡ് ആണെന്നുള്ള രീതിയിൽ എൽ നാഷണലൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. റിയലി റിലയബിൾ ആയിട്ടുള്ള ഒരു സോഴ്സ് അല്ല. ബട്ട് കസാഡോയ്ക്ക് വേണ്ടി പ്രപ്പോസൽസ് വരുന്നുണ്ട്. ബാർസ 50 മില്യൺ യൂറോസ് മേലുള്ള ഒരു പ്രപ്പോസൽ വന്ന കസാഡോ വിൽക്കുമെന്നും വാർത്തകൾ സ്ട്രോങ് ആണ്. അതുപോലെ തന്നെ ബെല്ലിംഗം ആണെങ്കിൽ ഷോൾഡർ സർജറി ചെയ്യാൻ പോവാണ്. 3-4 മന്ത്സിലേക്ക് ആൾ ഔട്ട് ആയിരിക്കും. സോ റയൽ മാഡ്രിഡ് സീസണിൽ മറ്റൊരു സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു ഡ്രോബാക്ക് ആയിട്ടാണ് തുടങ്ങാൻ പോകുന്നത്. സോ അത് നേരത്തെ തന്നെ ആൾ ഡിസിഷൻ എടുത്താണ്. ക്ലബ് വേൾഡ് കപ്പിന് ശേഷം ഷോൾഡർ ഇഞ്ചറി ചെയ്യും. എസ്പെഷ്യലി വേൾഡ് കപ്പ് ഹീറോടെ വരുവാണ്. സോ ഹി കനോട്ട് ടേക്ക് റിസ്ക്. സോ ആ ഷോൾഡർ ഇഞ്ചറി സർജറി ചെയ്ത് ആൾ 3-4 മന്ത്സ് കഴിഞ്ഞാൽ ഷോൾഡർ ഇഞ്ചറി ഒക്കെ മാറ്റി സ്ട്രോങ്ങർ ആയി വരട്ടെ. സോ ഇതൊക്കെയാണ് ട്രാൻസ്ഫർ ലോകത്തെ അപ്ഡേറ്റുകളും മറ്റുമൊക്കെ. സോ നിങ്ങൾക്ക് എന്താണ് ഓവറോൾ പറയാനായിട്ടുള്ളതെന്ന് പറയാം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. അതുവരേക്കും ബൈ.